പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. രാവിലെ തന്നെ ബാൽക്കണിയിൽ നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ. ഓക്കെ, സ്കൈ കാണാൻ എന്ത് ഭംഗിയാല്ലേ. ഓരോ ദിവസവും വ്യത്യാസമുള്ള രീതിയിലാണ് ക്ലൗഡ്സ് കാണാൻ വേണ്ടി. രാവിലെ തന്നെയുള്ള മോർണിംഗ് ഡ്രിങ്ക് കുടിക്കുകയാണ്. അപ്പോൾ ചെറിയ ചൂടുവെള്ളത്തിൽ ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ടാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് കുടിക്കുന്നത്. ഹണി ചേർക്കാറില്ല. അപ്പോൾ ഞാൻ കുറച്ച് തിളച്ച വെള്ളം, പട്ട തിളപ്പിച്ച വെള്ളവും കൂടി റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെയിറ്റ് ലോസിനൊക്കെ ട്രൈ ചെയ്യുമ്പോൾ അതും ഒത്തിരി നല്ലതാണ് കുടിക്കുന്നത്. ഇത് ഞാൻ തലേ ദിവസം രാത്രി ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഈയിടെയായിട്ട് കുറേ ചക്ക കിട്ടുന്നുണ്ട്. അപ്പോൾ ചക്കക്കുരു നമുക്ക് എപ്പോഴും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചക്കക്കുരു എടുത്തതിന് ശേഷം നമ്മൾ കുക്കറിൽ ഒറ്റ വിസിൽ കൊടുക്കുക. അതിനുശേഷം തണുത്തതിന് ശേഷം നമുക്കത് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാം. അപ്പോൾ കുറേ നാൾ നമുക്ക് ചക്കക്കുരു അങ്ങനെ എടുത്തു വയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊരു ചാനലിൽ തന്നെയാണ് കേട്ടോ എനിക്ക് ഈ ടിപ്പ് കിട്ടിയത്. പക്ഷേ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ചക്കക്കുരു സ്റ്റോർ ചെയ്യാന്നുള്ള കാര്യം അറിയുന്നത്. അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുമെങ്കിൽ നിങ്ങളും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ജസ്റ്റ് ഒരു വിസിൽ കൊടുക്കുക, അതിനുശേഷം ചൂടാറട്ടെ. അതിനുശേഷം നമുക്ക് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. എത്ര നാൾ വെക്കാമെന്നൊന്നും അറിയില്ല. അത്യാവശ്യം നല്ലോണം വെക്കാൻ പറ്റുമായിരിക്കും, നമ്മൾ ഫ്രീസറിലല്ലേ വെക്കുന്നത്. പിന്നെ എത്രയും വേഗം നമുക്ക് എടുത്ത് തീർക്കുകയും ചെയ്യാം. ഇത് കുറച്ച് ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചതാണ് തലേദിവസം രാത്രി തന്നെ. അപ്പോൾ കുക്കറിൽ തന്നെയാണ് ഞാൻ വെള്ളത്തിലിട്ട് വെക്കുന്നത്. അപ്പോൾ പിറ്റേ ദിവസം എളുപ്പത്തിൽ നമുക്ക് വേവിച്ചെടുക്കാമല്ലോ. ഒരു ചെറുപയർ മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാട്ടോ, പുട്ടിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ വേണ്ടി. അപ്പോൾ പിറ്റേ ദിവസത്തെ കാര്യങ്ങളാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ് ഇപ്പോൾ ഈ മെഴുക്കുവരട്ടി സംഭവങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. കുറച്ചായിട്ട് ഞാൻ പുറത്തെടുക്കാത്തൊരു ചട്ടിയായിരുന്നു കേട്ടോ ഇത്. എനിക്ക് പൊതുവേ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ ഉണ്ടാക്കാൻ മടിയാണ്. കാര്യം നമുക്ക് ഇൻഡാലിയത്തിൽ ചെയ്യുന്നൊരു സൗകര്യം ഇരുമ്പിലില്ലല്ലോ. ഒന്നാമത്തെ കാര്യം അത് പിന്നെ എണ്ണയൊക്കെ ഇട്ട് വെച്ച് സ്റ്റോർ ചെയ്യാനുള്ളൊരു പാടും. പിന്നെ ഈ നല്ലോണം മയങ്ങാത്ത ഇരുമ്പ് ചട്ടിയാണെങ്കിൽ അതിൽ നിന്ന് ചെറിയൊരു കറ പോലെ നമ്മുടെ കറികളിൽ ആവുന്നതായിട്ട് കാണാം. പക്ഷേ ഏറ്റവും ഹെൽത്തി ഇരുമ്പ് തന്നെയാണ്. അപ്പം ഞാൻ ആ മടിയൊക്കെ മാറ്റി വെച്ച് ഇരുമ്പ് ചട്ടി വീണ്ടും എടുത്തേക്ക്. അപ്പോൾ ഇത് നല്ല കനമുള്ള ചട്ടിയാട്ടോ. അപ്പം ഞാനിപ്പോൾ കുറച്ച് സംഭവങ്ങളെല്ലാം ഇതിനകത്താണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ചെറുപയർ ഇങ്ങനെ ഒലത്തിയെടുത്താൽ പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ചെറുപയറിൻ്റെ കറിയില്ലേ, ആ ചാറ് കറിയായിട്ട് ഇവിടെ ഓടൂല. ഇവിടെ ആരും തന്നെ അങ്ങനെ കഴിക്കാൻ ഞാൻ ഉണ്ടാക്കി നോക്കിയിരുന്നു ഒരു പ്രാവശ്യം. പക്ഷേ അതത്ര അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. നല്ല മണി പോലെയുള്ള ചെറുപയറാണ് പുട്ടിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ ഇവിടെ ഇഷ്ടം. കഴിക്കാൻ ഇച്ചിരി പാടാണ്. ചിലർക്കൊക്കെ ചാറ് ആണ് പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ എളുപ്പം. പക്ഷേ ഇവിടെ എല്ലാവരും തന്നെ ഇങ്ങനെയാണ് കഴിക്കണത്. അപ്പോൾ പിന്നെ ഞാനിനി ചാറുകറിയൊന്നും ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുന്നില്ല. അങ്ങനെ നമ്മുടെ ചെറുപയർ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. തൊട്ടിപ്പുറത്ത് പുട്ട് ഇവിടെ റെഡിയാവുന്നുണ്ട്. ഉടനെ തന്നെ ഒരു പുട്ട് കുടം വാങ്ങിക്കാനുണ്ട് എനിക്ക്. അപ്പോൾ ഓട്സ് പുട്ടൊക്കെ ഞാൻ നനച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ ഓട്സിൻ്റെ പുട്ടാണ് കേട്ടോ കഴിക്കാറ്. അപ്പോൾ അരി ഭക്ഷണം കുറച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ മിക്കവാറും ദിവസങ്ങളിൽ ഓട്സ് പുട്ടായിരിക്കും. ഫസ്റ്റ് കഴിഞ്ഞാൽ കുറച്ച് നേരം ചായയുടെ ഒപ്പം പത്രവായന ഇവിടെ പതിവാണ് കേട്ടോ. ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കുറേ ആയി ഇടയ്ക്ക് ഒരു റിക്വസ്റ്റൊക്കെ വരുന്നതാണ് ഇൻഡോർ പ്ലാന്റ്സ് കാണിക്കാൻ. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് വളർത്താൻ പറ്റുന്ന മണി പ്ലാന്റ് ആണ് കേട്ടോ കൂടുതൽ വെച്ചേക്കുന്നത്. അപ്പോൾ അത്ര കെയറൊന്നും ചെയ്തില്ലെങ്കിലും നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാമല്ലോ. ഇപ്പോൾ ഈ നീണ്ടു കിടക്കുന്ന എല്ലാം വെട്ടിക്കളഞ്ഞ് ഇപ്പോൾ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ, ഇത് കുറച്ച് മുന്നേ എടുത്തുകൊണ്ട്. അപ്പോൾ എല്ലാ പ്ലാന്റ്സിലും കുറച്ച് ഒരു ബഗ്സ് പോലെയൊക്കെ കാണുന്നുണ്ട്. ഞാനിപ്പോൾ എല്ലാം ഒന്ന് വെട്ടി മണ്ണൊക്കെ മാറ്റി അങ്ങനെ ഒന്നുകൂടി ഒന്ന് കെയർ കൊടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. അതുപോലെ കുറച്ച് പുതിയ പ്ലാന്റ്സൊക്കെ ഒന്ന് വാങ്ങണം എന്നുണ്ട്. ഇത് ഈ പാം കണ്ടില്ലേ, ഇതിൻ്റെ അറ്റത്തൊക്കെ ഇങ്ങനെ ഒരു ഉണങ്ങി വരുന്ന. അപ്പോൾ വെള്ളം കുറഞ്ഞിട്ടാണോ അതോ വേറെ ഏതെങ്കിലും കേടാണോ എന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും നല്ലോണം വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് കുറച്ചുകൂടി കെയർ ചെയ്ത് നോക്കണം. ഇത് വേറൊരു പാമാണ് കേട്ടോ. ഇതെനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു ചെടിയാണ്. ഇതിൻ്റെ അറ്റത്തും ഇങ്ങനെ ഓരോരോ ബ്രൗൺ കളർ വന്നപ്പോൾ ഞാനത് കട്ട് ചെയ്ത് കൊടുത്തതാണ് കാണുന്നത്.
പിന്നെ ഇതാ വേറെ മാർബിൾ ഡിസൈനുള്ള മണി പ്ലാന്റ് ഉണ്ട്. ഈ വോളിലൊക്കെ മിക്കവാറും മണി പ്ലാന്റ് ആണ് കേട്ടോ കൂടുതൽ. ഒരു ടേർട്ടിൽ വൈൻ ഉണ്ട്. അപ്പോൾ പ്ലാന്റ്സിനെ ഒന്നും കെയർ ചെയ്യാനുള്ള ഒത്തിരി സമയമൊന്നും ഇപ്പോൾ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ മണി പ്ലാന്റ് ഒക്കെ ആയതുകൊണ്ട് നമ്മൾ എത്ര കെയർ കൊടുത്തില്ലെങ്കിലും അതങ്ങനെ നിന്നോളൂ കേട്ടോ. വെള്ളത്തിലാണെങ്കിലും അത് എളുപ്പത്തിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ പ്ലാന്റ്സ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇതൊരു CC പ്ലാന്റിൻ്റെ വെറൈറ്റി ആണെന്നാണ് തോന്നുന്നത്. എന്തായാലും നല്ല കറക്റ്റായിട്ടുള്ളൊരു CC പ്ലാന്റ് വാങ്ങണമെന്നുണ്ട്. ഇതാ വേറൊരു പാമാണ്. അപ്പോൾ മണി പ്ലാന്റ് ഒക്കെ ഹാർഡ് ടു കിൽ പ്ലാന്റ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഓൺലൈൻ ക്ലാസ് നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കുറച്ച് സമയമൊക്കെ ചിലപ്പോൾ വന്ന് TV കാണും. അപ്പോൾ ഇവിടെ പൊതുവേ ഇങ്ങനെ TLC, നാഷണൽ ജിയോഗ്രാഫിക് അങ്ങനെയുള്ള ചാനലുകളാണ് കേട്ടോ കൂടുതലും വെച്ച് കൊടുക്കാറ്. കാർട്ടൂൺ അത്ര അങ്ങോട്ട് സമ്മതിക്കാറില്ല. അപ്പോൾ മോനും അവിടെ ഓൺലൈൻ ക്ലാസ് നടക്കുന്നുണ്ട്. അരമണിക്കൂർ ക്ലാസ്, 3/4 മണിക്കൂർ ഇടവേള, അങ്ങനെയാണ് കേട്ടോ ഇവിടെ ക്ലാസ് നടക്കുന്നത്. 2 പേർക്കും ഓൺലൈൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പിണ്ടി കിട്ടിയിരുന്നു. അപ്പോൾ പിണ്ടി എനിക്ക് അരിയാൻ ഇച്ചിരി മടിയാണ് കേട്ടോ. എന്നാലും പിണ്ടി ഒത്തിരി നല്ലതല്ലേ. അപ്പോൾ നമുക്ക് കിട്ടുമ്പോഴൊക്കെ നമ്മളത് ഉണ്ടാക്കിയെടുക്കാൻ നോക്കണം കേട്ടോ. കാരണം ഒത്തിരി ഫൈബറുള്ള നല്ലൊരു സംഭവമാണ് പിണ്ടി. പിണ്ടി അരിയുമ്പോൾ നമ്മളിങ്ങനെ അരിഞ്ഞ് ഓരോരോ ഡിസ്കുകളായിട്ട് നമ്മുടെ വെള്ളത്തിലോട്ട് അരിഞ്ഞിടാൻ ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ പിണ്ടി അരിയുമ്പോൾ വരുന്ന നാരില്ലേ, അതിങ്ങനെ കൈവച്ച് ചുറ്റി എടുക്കുക. ഇതിപ്പോൾ ഞാൻ ഒത്തിരി അങ്ങനെ എടുത്തിട്ടും കൂടി ലാസ്റ്റ് പിണ്ടി തോരൻ ഉണ്ടാക്കി വന്നപ്പോൾ അതിനകത്ത് നാരുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നല്ലോണം നാര് എടുത്ത് മാറ്റാൻ ശ്രദ്ധിക്കണം. പിന്നെ ആ നാര് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. പക്ഷേ ഇവിടെ അത്ര ഇഷ്ടമല്ല. പൊതുവേ പിണ്ടി തോരനൊന്നും അത്ര വലിയ ഇഷ്ടമല്ല. പിന്നെ നമുക്ക് കിട്ടുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റം ആണല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാൻ അരിയാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന കത്തി ഉണ്ടോ, പോളിഗാർഡ്സിൻ്റെ ഒരു കത്തിയാണ്. ഒരു പേന കത്തി മോഡലുള്ള കത്തിയാണ് കേട്ടോ. നല്ല അടിപൊളി കത്തിയാണ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും മിക്കവാറും എല്ലാ കടകളിലും ഇത് അവൈലബിൾ ആണ്. അപ്പോൾ ഇതുവരെ എനിക്ക് മൂർച്ച കൂട്ടേണ്ടി വന്നിട്ടില്ല. ഇരുമ്പിൻ്റെ കത്തിയാണ്. എന്തുകൊണ്ടാണെന്നറിയില്ല, ഞാൻ റഫ് യൂസ് ചെയ്യാത്തതുകൊണ്ടാണോ എന്നറിയില്ല, ഇതുവരെ അതിൻ്റെ മൂർച്ച പോയിട്ടില്ല. നല്ല ഷാർപ്പാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ പോളിഗാർഡ്സിൻ്റെ കത്തികൾ യൂസ് ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഞാൻ പല ടൈപ്പ് കത്തികൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു മോഡൽ കത്തി നല്ല ഹാൻഡിയാണ്. നമുക്ക് പിടിക്കാനും ഉപയോഗിക്കാനും ഒക്കെ നല്ല എളുപ്പമാണ്. ഇതുവരെ എനിക്ക് മൂർച്ച കൂട്ടേണ്ടി വന്നിട്ടില്ല കേട്ടോ. ഒന്ന് കുട്ടികൾ നോക്കിയപ്പോൾ അവരവിടെ ഒരാൾ ഡ്രോയിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴത്തെ ഒരു ആക്ടിവിറ്റിയാണ് നെറ്റിൽ നോക്കിയിട്ട് ഓരോരോ പിക്ചേഴ്സ് എടുത്ത് വരച്ചു നോക്കുന്നത്. ഈ ഒരു ടൈഗറിനെ ആട്ടോ വരയ്ക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഈ പിക്ചർ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. അത് ശരിയായില്ല എന്നാണ് പറഞ്ഞത്. മോള് വരച്ചൊരു പിക്ചറാണ് കേട്ടോ. പിന്നെ വീണ്ടും കിച്ചണിലോട്ട് വന്നു. അപ്പോൾ തോരൻ നമുക്ക് ഉണ്ടാക്കി തീർക്കണ്ടേ. അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ തോരൻ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കുത്തരിയും കൂടി വറുത്ത് ചേർക്കുന്നത്. അത് ഞാനിതുപോലെ ഒരു ചാനലിൽ കണ്ടതാണ്. അപ്പോൾ അത് ഒന്ന് നമ്മുടെ എണ്ണയിൽ ഒന്ന് വഴട്ടിയിട്ട് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് തോരൻ കഴിക്കുമ്പോൾ ജസ്റ്റ് ഒരു ക്രഞ്ച് കിട്ടും. എനിക്ക് ഒത്തിരി വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല. എന്നാലും അതൊരു വെറൈറ്റിക്ക് നമുക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ബാക്കി വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ അരി ഒന്ന് വറുത്തെടുത്തതിന് ശേഷം കടുക് പൊട്ടിച്ച് ഉള്ളി താളിച്ച് പിന്നെ നമ്മളുടെ ഉണക്കമുളക് ചേർക്കുക. ബാക്കി പിണ്ടി ചേർത്തതിന് ശേഷം തേങ്ങയും ജീരകവും എല്ലാം കൂടി ചേർത്തിട്ട് നമ്മുടെ പിണ്ടി ഇട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ തേങ്ങ മിക്സിയിലിട്ട് ഒതുക്കുകയൊന്നും ചെയ്തില്ല കേട്ടോ. ജസ്റ്റ് തേങ്ങയും ഉള്ളിയും ജീരകവും കൂടി കയ്യിൽ തിരുമ്മി പിടിപ്പിച്ചിട്ട് നമ്മുടെ പിണ്ടി ഒന്ന് വഴറ്റിയതിന് ശേഷം തേങ്ങ ചേർക്കുകയാണ് ചെയ്തത്. മൂടി വെച്ചപ്പോൾ പിണ്ടി വെന്തിട്ടുണ്ട്. പക്ഷേ പിണ്ടിയുടെ കളറ് ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ചട്ടിയുടെ ഒരു കുഴപ്പമാണ്. ഇനിയിപ്പോൾ ചട്ടി നന്നായി മയങ്ങി വന്നാലാണ് ഈ കളറ് പിടിക്കുന്നതൊക്കെ ഒന്ന് മാറുള്ളൂ. അപ്പോൾ റെഗുലറായിട്ട് യൂസ് ചെയ്താൽ ആ ഒരു പ്രോബ്ലം മാറുമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇത് കഴുകിയതിന് ശേഷം നല്ലെണ്ണ തേച്ച് വയ്ക്കുകയാണ് ചെയ്തത്. മുന്നേ ഞാൻ വെളിച്ചെണ്ണ തേച്ച് വയ്ക്കാറുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് വെളിച്ചെണ്ണേനേക്കാളും നല്ലെണ്ണയാണ് ഇങ്ങനെ ഇരുമ്പ് ചട്ടികൾ സീസൺ ചെയ്ത് വയ്ക്കാൻ നല്ലത്. എനിക്കതാണ് കുറച്ചുകൂടി നന്നായിട്ട് തോന്നുന്നത്.
നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഓൾറെഡി സാമ്പാർ ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ കുഴപ്പമില്ലല്ലോ. മിക്കവാറും എനിക്ക് എന്തെങ്കിലും ഒരു ഐറ്റം ഫ്രിഡ്ജിൽ കാണും കേട്ടോ. ഒന്നില്ലെങ്കിൽ ഒരു തോരനോ മെഴുക്കുവരട്ടിയോ കാണും. സാമ്പാറൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ എന്തായാലും 2 ദിവസത്തിന് കണക്കാക്കി ചെയ്യും കേട്ടോ. ഇത് ഞാനിച്ചിരി ഉള്ളി നമ്മുടെ മിക്സിയിൽ അടിച്ചിട്ട് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ തലമുടിക്ക് ഒത്തിരി നല്ലതാണല്ലോ ഉള്ളിനീര്. അപ്പോൾ ഉള്ളിനീര് ഡയറക്റ്റ്ലി തേക്കാറില്ല, കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് തലയിൽ തേക്കുന്നത്. എപ്പോഴും ചെയ്യാൻ പറ്റാറില്ല കേട്ടോ, കാരണം നമുക്ക് ഉള്ളിയൊക്കെ പൊളിച്ചെടുക്കാൻ പാടല്ലേ. അപ്പം നമുക്ക് പറ്റുന്ന സമയത്ത് ഇത് ചെയ്താൽ നമ്മുടെ മുടിക്ക് ഒത്തിരി നല്ലതാണ് ഉള്ളിനീര്. മുടി കൊഴിച്ചിലോ താരനോ ഒക്കെ ഉണ്ടെങ്കിൽ കുറയാൻ ഇത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ. പക്ഷേ ഷാമ്പു വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് കളയണം. എന്തായാലും ഒരു ദിവസം ഒരു ചെറിയ സ്മെല്ലുണ്ടാവും, പക്ഷേ എന്നാലും അത് കാര്യമാക്കണ്ട, അടുത്ത ദിവസം അത് മാറിക്കോളും. ഇത് ഒത്തിരി ബെനിഫിഷ്യലാണ്. അപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി പുതിയൊരാളെ പരിചയപ്പെടുത്തി തരാം. ഞാൻ ഇതുവരെ വീഡിയോയിലൊന്നും കാണിക്കാത്ത ഒരാളാണ്. ഇത് നമ്മുടെ വീട്ടിലെ ഒരു അംഗമാണ് കേട്ടോ. അപ്പോൾ എന്നെ ക്ലീനിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്ലീനിങ് റോബോട്ട് എന്ന് പറയാം. ഇതുവരെ ഞാൻ വീഡിയോയിൽ കാണിക്കാത്ത ഒരാളാണ് കേട്ടോ. എൻ്റെ കൂടെ ഒരു 3 വർഷമായിട്ടുണ്ട്. അപ്പോൾ ക്ലീനിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കുട്ടി റോബോട്ടാണ്. ഇപ്പോൾ നിങ്ങൾ ചാനൽസിലൊക്കെ ഇത് കാണാറുണ്ടല്ലേ. അപ്പോൾ ഞാൻ ഇതുവരെ ഇത് വീഡിയോയിൽ കാണിക്കണോ വേണ്ടിയോ എന്ന് ഡൗട്ട്ഫുൾ ആയിരുന്നു. അപ്പോൾ പിന്നെ വിചാരിച്ചു എന്തായാലും ഒന്ന് കാണിക്കാം. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോസ്, എൻ്റെ എക്സ്പീരിയൻസ് അതെല്ലാം ഷെയർ ചെയ്തുകൊണ്ട് ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമാവുന്നോ, അതിനെക്കുറിച്ച് എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇവിടെ ഒരു ടേബിൾ ടെന്നീസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടേബിൾ ടെന്നീസിൻ്റെ ടേബിൾ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ഡൈനിങ് ടേബിളാണ് ടേബിൾ ടെന്നീസിൻ്റെ ടേബിൾ. അതിൻ്റെ ഇടയിൽ നെറ്റായിട്ട് കുറച്ച് ബുക്സാണ് എടുത്തു വെച്ചിരിക്കുന്നത്. വൈകുന്നേരം സ്നാക്സിന് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ആണ് കുറച്ച് കാഷ്യൂ എടുത്ത് റോസ്റ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ ഇതുവരെ കാഷ്യൂ ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് അധികം എടുത്തിട്ടില്ല. ഇതിപ്പോൾ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് ചെയ്തപ്പോഴത്തേനും ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഇങ്ങനെ അധികം ചെയ്യലില്ല, എന്തായാലും ചെയ്തപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നെയ്യിലാണ് വറുത്തെടുത്തത്, അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ നല്ല റോസ്റ്റഡ് കാഷ്യൂ കഴിക്കാൻ നല്ലൊരു രസമാണല്ലോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ചു ഒന്ന് പ്ലാൻസൊക്കെ ഒന്ന് നോക്കാം. കുറേയായി പുറത്തിറങ്ങിയിട്ട്. അപ്പോൾ അങ്ങനെ പോവാമെന്ന് വിചാരിച്ച് പുറത്തിറങ്ങി. പക്ഷേ നമ്മൾ ആദ്യം വിചാരിച്ച ഷോപ്പിൽ കയറിയില്ല. കാരണം നമ്മുടെ മനസ്സിൽ വേറൊരു ഷോപ്പായിരുന്നു. പക്ഷെ ആ ഷോപ്പിൽ ചെന്നപ്പോഴത്തേനും നമ്മൾ ഉദ്ദേശിച്ച സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരു വലിയ ഒരു പോട്ട് വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും കിട്ടിയില്ല. കാരണം കുറച്ച് നമുക്ക് റീപ്ലാന്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ബോഗെയിൻവില്ലയൊക്കെ ഒന്ന് റീപ്ലാന്റ് ചെയ്താൽ അത് കുറച്ചുകൂടി നന്നായിട്ട് നിൽക്കുമല്ലോ. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച സംഭവങ്ങളൊന്നും തന്നെ കടയിലുണ്ടായിരുന്നില്ല. കാരണം ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഹൈദരാബാദിൽ നിന്നൊക്കെ ഐറ്റംസ് വരാനുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും തന്നെ വന്നിട്ടില്ല, എല്ലാം പഴയ സ്റ്റോക്കാണ്. അപ്പോൾ കുറച്ച് നാളുകൂടി കഴിയാതെ നമുക്ക് അതൊന്നും കിട്ടില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഒരു കുട്ടി വ്ളോഗായിരുന്നു, കുറച്ച് മൊമെൻറ്റ്സൊക്കെ വെച്ചിട്ടുള്ള ഒരു വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ ഉടനെ കാണാം. അതുവരേക്കും ബൈ.